കേരളത്തിലെ 6 കോർപ്പറേഷനുകൾ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എന്തുകൊണ്ടാണ്? BJP ആണ് 2ാം സ്ഥാനത്ത്. 35 സീറ്റ് കഴിഞ്ഞ തവണ BJP നേടിയിരുന്നു. UDFന് 10 സീറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ 8 സീറ്റ് കോൺഗ്രസിനും. അതുകൊണ്ട് കോൺഗ്രസ് ഒരു സജീവ സാന്നിധ്യമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇത്തവണ സജീവമായിട്ടുണ്ട് കോൺഗ്രസ്. അത് നല്ല കാര്യം തന്നെയാണ്. ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ, ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം. ഇത്തവണ എന്ത് സംഭവിക്കും? CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് വിവിധ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടന്നു. 8 ഏരിയ കമ്മിറ്റിയാണ് കോർപ്പറേഷന് കീഴിലുള്ളത്. അതിൽ 6 ഏരിയ കമ്മിറ്റികൾ, CPIMന്റെ ഏരിയ കമ്മിറ്റികൾ 6 എണ്ണം പൂർണ്ണമായും, 2 എണ്ണം ഭാഗികമായും കോർപ്പറേഷന്റെ ഭാഗമാണ്. നേമം, വിളപ്പിൽ എന്നീ ഏരിയ കമ്മിറ്റികളാണ് ഭാഗികമായി കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളത്. ശേഷിക്കുന്ന 6 ഏരിയ കമ്മിറ്റികൾ പൂർണ്ണമായും കോർപ്പറേഷന് കീഴിലാണ്. വിവിധ തലത്തിൽ പരിശോധന നടത്തിയപ്പോൾ LDF കണക്ക് കൂട്ടിയിരിക്കുന്നത് 40 സീറ്റിൽ അനായാസ വിജയമാണ്. 40 സീറ്റിൽ അനായാസ വിജയമാണ്. LDFന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സീറ്റുകളും കൂടി കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് 65-ലധികം സീറ്റുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് 64-65 സീറ്റ് LDFന് ലഭിക്കും എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. കടുത്ത മത്സരം നടക്കുന്നത് വെറും 25 സീറ്റുകളിൽ മാത്രമാണ്. 25 സീറ്റുകളിൽ മാത്രമാണ് കടുത്ത മത്സരം നടക്കുന്നത്, അതും BJPയുമായി. ഇതാണ് CPIMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഇത്തവണയും തിരുവനന്തപുരം കോർപ്പറേഷൻ LDFനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് CPIMന്റെ വിലയിരുത്തൽ. കോർപ്പറേഷനിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്, ജനങ്ങൾക്ക് ഇടയിൽ സ്വാധീനം ചെലുത്തിയത് ക്ഷേമപ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് കോർപ്പറേഷൻ്റെയും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം വലിയ ചലനമാണ് കോർപ്പറേഷൻ അതിർത്തിയിൽ സൃഷ്ടിച്ചത് എന്നത് കോർപ്പറേഷനിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും മനസ്സിലാകും. പക്ഷേ BJP അടങ്ങിയിരിക്കുന്നില്ല. BJPക്ക് തിരുവനന്തപുരത്ത് ജയിച്ചേ തീരും. 35 സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ആ 35 സീറ്റിൽ ഇത്തവണ 14 സീറ്റ്, ഏറ്റവും ചുരുങ്ങിയത് 14 സീറ്റെങ്കിലും നഷ്ടപ്പെടും എന്നാണ് BJPയുടെ നേതാക്കൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ മത്സരമാണ്. നേരത്തെ കോൺഗ്രസ് ആരും ശ്രദ്ധിക്കാതെ മത്സരിക്കുന്നവർ മത്സരിച്ചോട്ടെ, തോൽക്കുന്നവർ തോറ്റോട്ടെ, ജയിച്ചവർ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. നേതൃത്വം ഇടപെടാറില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. K മുരളീധരനാണ് ചുമതല. അദ്ദേഹം നേരത്തെ തന്നെ കോർപ്പറേഷനിൽ സജീവമാകുകയും ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. വിമത ശല്യം വല്ലാതെ അലട്ടുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ. എന്നിരുന്നാലും കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ട്. അത് വലിയ തോതിൽ ഗുണം ചെയ്യും LDFന്. BJPക്ക് അത് വലിയ തിരിച്ചടിയാകുകയും ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ഥിതി, കോൺഗ്രസ് ദുർബലമായ ഇടങ്ങളിലൊക്കെ BJP ശക്തി പ്രാപിക്കുന്നതാണ്. അതുതന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം കണ്ടത്. നേമമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം. നേമം നിയമസഭാ മണ്ഡലമാണ്. ദുർബല സ്ഥാനാർത്ഥിയെ UDF നിർത്തിയപ്പോൾ BJP ജയിച്ചു. പിന്നീട് K മുരളീധരൻ മത്സരിച്ചപ്പോൾ BJP തോറ്റു. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെയും ഇപ്പോഴത്തെ സ്ഥിതി. UDF കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതോടൊപ്പം BJPയുടെ സീറ്റുകൾ കുറയും. LDFന്റെ സീറ്റ് 65-ന് മുകളിലേക്ക് എത്തും. ഏറ്റവും ശ്രദ്ധേയമായ വിജയം നേടാൻ കഴിയുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയായിരിക്കും എന്നാണ് CPIMന്റെ വിലയിരുത്തൽ.